എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ് കാണിക്കാതെ എങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാം, എങ്ങനെ നമുക്ക് അതിലൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനും മോണിറ്റൈസ് ആക്കാനും എങ്ങനെ നമുക്ക് അതിൽ കൂടെ വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ എന്താണെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം. ഒന്നാമതായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ കുക്കിംഗ് ആയിരുന്നാലും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ആയിരുന്നാലും ബ്യൂട്ടി ടിപ്സ് ആയിരുന്നാലും എന്തായിരുന്നാലും അല്ലെങ്കിൽ റിവ്യൂ റിലേറ്റഡ് ആയിരുന്നാലും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഫോണിലായിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത്, ഇല്ലെങ്കിൽ ക്യാമറയിലായിരിക്കും. ഭൂരിപക്ഷം ആൾക്കാർക്കും ക്യാമറ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഇപ്പോൾ ഫോണിലായിരിക്കും. ഫസ്റ്റിൽ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ആദ്യമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്തായാലും ഫോണിലായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ, അതായത് ഒരു അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി റിവ്യൂസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇമേജസ് ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് ഇമേജസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ കോർത്തിണക്കി വേണം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ്, ക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന അതിനെ പറ്റിയിട്ട് സംസാരിക്കുക. അതായത് നമ്മുടെ ഓൺ വോയിസിൽ തന്നെ പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഇപ്പം നമ്മളൊരു കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അതെങ്ങനെ ഉണ്ടാക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ വോയിസിൽ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞുകൊണ്ട് അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ബ്യൂട്ടി ടിപ്സ് ആണെങ്കിലും നമ്മുടെ തന്നെ വോയിസിൽ അതെങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ ഒരു ഒരു പൊടിക്കൈ നമ്മളുണ്ടാക്കി നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ അതൊക്കെ നമ്മൾ തന്നെ വോയിസിൽ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോയിൽ സോങ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കും, പക്ഷെ അതൊക്കെ കുറച്ച് റിസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ നമുക്ക് സോങ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഷോർട്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ലൈബ്രറിയിൽ നിന്ന് സോങ്സ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിനൊരു സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിന് ഇന്നല്ലെങ്കിൽ എന്നെങ്കിലും ഒരു കോപ്പിറൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയാൽ നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൂടുതലും യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് സോങ്സ് ആഡ് ചെയ്ത് ഷോർട്സിൽ അപ്ലൈ ചെയ്യുക. അല്ലാതെ വീഡിയോയിൽ ഒരിക്കലും നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് പുറത്തുനിന്ന് ഒരു സോങ് എടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓൺ വോയിസ് തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും അങ്ങനെ ഒരു വീഡിയോ ഫേസ്ലെസ് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് ആപ്പുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. ഒരുപാട് ഇൻഷോട്ട് അല്ലെ കൈമാസ്റ്റർ, അങ്ങനെ ക്യാൻവ, അങ്ങനെ ഇഷ്ടംപോലെ എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്. ഞാനെപ്പോഴും ഉപയോഗിക്കുന്നത് ഇൻഷോട്ട് ആയിരുന്നു. അതിൽ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വാട്ടർമാർക്ക് ഉണ്ടാകാതിരിക്കുക. നമ്മൾ ഏത് എഡിറ്റിംഗ് ആപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ എഡിറ്റിംഗ് ആപ്പിൻ്റെ വാട്ടർമാർക്ക് ഇല്ലാതെ ആ വീഡിയോ നമ്മൾ സേവ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. വാട്ടർമാർക്ക് ഉള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അതിന് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് കൂടുതലും വാട്ടർമാർക്ക് ഒഴിവാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ റിവ്യൂ വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മൾ ഫോട്ടോസും ഇമേജസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തുമ്പോൾ ആ ഫോട്ടോസിലും ഇമേജസിലും ഒക്കെ തന്നെ വാട്ടർമാർക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഫോട്ടോസും ഇമേജസും ഒക്കെ അവോയ്ഡ് ചെയ്ത് അധികം വാട്ടർമാർക്കൊന്നും ഇല്ലാത്ത ഫോട്ടോസും ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസും ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. പിന്നെ ഒരു ഷോർട്സ് ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ, വീഡിയോ ചെയ്യുന്നതിനുള്ള റെസൊല്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേകം ഷോർട്സിന് റെസൊല്യൂഷൻ ഉണ്ട്, വീഡിയോയ്ക്ക് റെസൊല്യൂഷൻ ഉണ്ട്, ലോങ് വീഡിയോയ്ക്ക്. അത്ര റെസൊല്യൂഷൻസ് ഒക്കെ നോക്കി വേണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതും അത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ആക്കുന്നതും അതിനുശേഷം നമ്മൾ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതും ഒക്കെ. അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്ത് ആവശ്യമായ ടാഗുകളൊക്കെ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വ്യൂസ് കിട്ടുകയും ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ ചാനലിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുകയും നന്നായിട്ടൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഇത് യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്നും ആ നേരത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.